പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡിസംബർ 20 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം,
കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവെ നിന്റെ സ്വാതന്ത്ര്യം നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിലേക്കൊരു പ്രാർത്ഥന ആമുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കരുതെന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് അവഗണിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? ജെറമ്യ കണ്ടില്ലേ? 2:13 എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അതാണ്, അത് തിന്മയാണെന്നാ പറയണത്. ദൈവത്തെ അവഗണിക്കണത് തിന്മയാണെന്നാ പറയണത്. 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത്. ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന് അർത്ഥം അതിനുണ്ട്. 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു, 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജലം സൂക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ്? ജലം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം
ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം. എന്താണ്? ദൈവത്തെ അവഗണിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് അവഗണിക്കുന്നത്? അപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ, ഇപ്പം ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ലേ? എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാമെന്ന് പറയും. എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേര കുർബാനയ്ക്ക് പുറത്ത് നിന്നിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവഗണനയായിട്ടാവുന്നത്. ദൈവത്തെ അവഗണിക്കുന്നത് തുല്യമാണ്. കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി ഒരു ബൈ ദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു, അബാൻഡൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും. ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുസ്യൂതമായിട്ടുള്ളതാണത്. അപ്പം അനുസ്യൂനത എന്ന് വേണേൽ പറയാം. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത്. ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി. അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ല. കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത്. പതുക്കെ അത് കുർബാനയിലേക്ക് കയറി പിടിക്കും. പിന്നെ കുർബാനയിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും. അങ്ങനെ പതുക്കെ അവഗണിച്ച് പോകും. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് ദൈവം അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വരുന്ന ഒരു അവസ്ഥ വരും. എന്ന് വെച്ചാൽ ഫലത്തിൽ അവഗണിച്ച പോലെയാവും. ദൈവം അവഗണിക്കുന്നില്ല, ദൈവം പരിഗണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സാവാത്ത, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഒരു അരാജകത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് ഈ നോൻപ് കാലത്ത് തിരിച്ചു നടക്കാനും അനുദപിക്കാനും സമയമായി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.